അതിനെ പൊരുത്തപ്പെടുത്തി കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ പ്രസംഗം കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ തത്വചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള ഈ വിചാരത്തിൽ, തത്വചിന്തയ്ക്ക് മധുരിമ കൊടുക്കുന്ന പ്രാചീന കഥകളിൽ ഞാൻ ഈ പറഞ്ഞ ഈ പരസ്പര സംയോജനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഏകഘടക സൃഷ്ടിയുണ്ടല്ലോ, ആ സൃഷ്ടിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ തന്നെ സാധാരണ മനുഷ്യന്റെ വിശ്വാസങ്ങളെ എടുത്തിട്ട് നമുക്ക് അപഗ്രഥിച്ച് പിന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഇപ്പൊ ഇന്ത്യയിൽ സാമാന്യമായിട്ട് ഹിമാലയം തൊട്ട് ഈ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ഈശ്വര വിശ്വാസത്തിന്റെ അടിസ്ഥാനം ശിവസങ്കല്പമാകും. ശിവൻ ആരാണ്? ശിവൻ എന്താണ്? ശിവൻ ശിവന്റെ സങ്കല്പത്തിന്റെ വൈപുല്യം എന്താണ്? ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രഥിത ചിന്തകന്മാർ ഈ സങ്കല്പത്തെക്കുറിച്ച് എത്രയോ കാലമായി ആലോചിച്ച് മഹാഗ്രന്ഥങ്ങൾ എഴുതുകയും ഇപ്പോഴും എഴുതിയതിൽ തൃപ്തി വരാതെ വീണ്ടും വീണ്ടും എഴുതുകയും ചെയ്യുന്ന തരത്തിലുള്ള അതിവ്യാപനശീലമുള്ള ഒരു മഹാസങ്കല്പമാകുന്നു ശിവസങ്കല്പം എന്നുള്ളത്. പരേതനായ ലോകവിശ്രുത പണ്ഡിതന്മാരിൽ ഒരാളായ ഡോക്ടർ ആനന്ദകുമാരസ്വാമിയുടെ പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, ദ ഡാൻസ് ഓഫ് ശിവ എന്ന പേരിൽ. അതിലെ അനേകം ഉപന്യാസങ്ങൾ ഈ ശിവസങ്കല്പത്തെ വിവരിക്കുന്ന തരത്തിലുള്ള ഉപന്യാസങ്ങളാകുന്നു. ഏറ്റവും അടുത്ത് കഴിഞ്ഞ കൊല്ലം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ പുരാണ പഠന പണ്ഡിതന്മാരിൽ വെച്ച് അഗ്രിമയായ സ്ത്രീയാണ് സ്റ്റെല്ല ക്രാംറിഷ് എന്ന ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സുപ്രസിദ്ധ പ്രൊഫസർ. അവർ വളരെ കാലം ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ത്യയിലെ ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്രസങ്കല്പമുണ്ടല്ലോ, ഈ ക്ഷേത്രസങ്കല്പത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സ്റ്റെല്ല ക്രാംറിഷിന്റെ ഹിന്ദു ടെമ്പിൾ എന്നുള്ള വിശ്വവിഖ്യാതമായ അതിബൃഹത്തായ ഗ്രന്ഥം വായിക്കേണ്ടതാണ്. അതവർ പ്രസിദ്ധീകരിച്ചിട്ട് 10-20 കൊല്ലമായി. കഴിഞ്ഞ കൊല്ലം അവർ അത്യന്തം മഹനീയമായ മറ്റൊരു കൃതി, ഇതൊക്കെ എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു പഴയ ജന്മത്തിൽ ഇവരൊക്കെ ഇന്ത്യക്കാരായിരിക്കണം തോന്നുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ യൂറോപ്യന്മാരുമായിരിക്കണം. അതിനെപ്പറ്റി എനിക്ക് സംശയമേ ഇല്ല. അതാണല്ലോ ഈ ഞാൻ ഇതിനിടെ കോഴിക്കോട്ട് നിന്ന് കോട്ടയത്ത് പോകുന്ന സമയത്ത്, ഞാൻ പിന്നീട് എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചതാണ്. കോട്ടയത്ത് പോകുന്ന സമയത്ത് ഒരു ചെറിയ കട കോട്ടയം പട്ടണം തുടങ്ങാൻ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് എഴുതിയിട്ട് മലയാളത്തിലെ കെമിക്കൽസ്. ഞാൻ വളരെ നേരം ആലോചിച്ചു, ഇതെന്തൊന്ന്, ഈ പലതും ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് എന്താണ് ഇത് സംഗതി? പിന്നെയാണ് എനിക്ക് ഇത് ഈ ചായം മൂക്കലുണ്ടല്ലോ ഈ തുണിക്ക്, ഡൈയിങ്, അതിനെ മലയാളത്തിൽ എഴുതിയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഉടമ കഴിഞ്ഞ ജന്മത്തിൽ സായിപ്പാണെന്നുള്ളതിനെ പറ്റി. അതുകൊണ്ടാണല്ലോ അയാൾക്ക് ഈ ഇംഗ്ലീഷ് വാക്ക് ഈ മലയാളത്തിൽ ഇംഗ്ലീഷായിട്ട് തന്നെ എഴുതണമെന്നും മലയാളം എഴുതുമ്പോൾ തെറ്റിപ്പോയതും ഈ കഴിഞ്ഞ ജന്മത്തിൽ സായിപ്പായതുകൊണ്ടായതാണെന്നുള്ളതിനെ പറ്റി യാതൊരു സംശയവുമില്ല. അവിടെ നമ്മളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെയുള്ളവരും ഈ സ്റ്റെല്ല ക്രാംറിഷ് ഇന്ത്യക്കാരിയാണ് കഴിഞ്ഞ ജന്മത്തിൽ എന്നതിനെ പറ്റി എനിക്ക് യാതൊരു സന്ദേഹവും. അവരെഴുതിയ പുസ്തകത്തിന്റെ പേര് ദി പ്രസൻസ് ഓഫ് ശിവ എന്നുള്ളതാണ്. 400 പേജുള്ള മനോഹരമായ മഹനീയമായ ഒരു കൃതി. അപ്പൊ അതിലത് ഈ ശിവന്റെ ഉൽപ്പത്തിയും വിവിധ കഥകളുടെ ഇതും അതെല്ലാം കൂടെ അവരങ്ങ് വർണ്ണിക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. എങ്ങനെ ഒരു ജനത ഒരു 5000 കൊല്ലം ജീവിക്കുമ്പോൾ ഒരു ചെറിയൊരു സങ്കല്പം ആകാശത്തിൽ ഒരു നേരിയ ഇടിനാദം മുഴങ്ങുന്ന സമയത്ത് അത് ദിഗന്ധങ്ങളിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഒരു ജനതയുടെ ഈ ബോധമണ്ഡലത്തിൽ അത് ഭീകരമായ ഒരു കരാള സ്വപ്നമായി, അത് വളരെ അകലെ കിടക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് അത് മനോഹരമായ ഒരു വീണാനാദമായി ഒക്കെ എങ്ങനെ അത് ഭിന്ന രൂപത്തിൽ പ്രതിഭാസിക്കുന്നുവോ അത്തരത്തിൽ ഈ ശിവസങ്കല്പം നൂറ്റാണ്ടുകളിലൂടെ അത്യന്ത വിസ്തൃതങ്ങളും വിവിധങ്ങളുമായ സങ്കല്പങ്ങളായി ഈ രാജ്യത്തിന്റെ സ്വപ്നത്തിലും ജാഗരണത്തിലും പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ഒരു ഏകതന്തു എന്ന ചരിത്രത്തിൽ അസാധാരണമായി മാത്രം ഉണ്ടാകുന്ന ഒരു അനശ്വര ഘടകത്തെ സൃഷ്ടിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് അത്യന്തം സ്പഷ്ടമായിട്ട് തീരുന്നതായിരിക്കും. ഈ ശിവന്റെ ഈ കഥകൾ, ആ സങ്കല്പം തന്നെ നിങ്ങളൊന്ന് നോക്കുക. ശിവൻ ഇരിക്കുന്നത് ചിത്രത്തിൽ വരഞ്ഞത് നന്ദലാൽ ബോസ് വരഞ്ഞ ചിത്രം നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഒരു ജിയോഗ്രാഫിക്കൽ ഔട്ട്ലൈനിന്റെ ഒരു
ഏകദേശ രൂപമായിട്ട് സങ്കല്പിക്കാവുന്നതാണ്. ഈ ജടാജൂഢം ഒക്കെയുള്ള, ഇന്ന് ജടാജൂഢം എന്നൊക്കെയുള്ളതിന് കുട്ടികൾ വേറെ എന്തൊക്കെയോ അർത്ഥം ധരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇവന്റെ ഈ കടലാസൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ പ്രയോഗിക്കുന്നതിന് യാതൊരു മടിയൊന്നുമില്ല, പക്ഷെ അതിന്റെ അർത്ഥം വേറെയായിരുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ജടാജൂഢത്തോടുകൂടെ നിൽക്കുന്ന ഈ ശിവൻ, അപ്പൊ ഇന്ത്യയുടെ മുകളിൽ ഈ കാശ്മീരും ഒക്കെ ആയിട്ടുള്ള ആ ഒരു നിൽപ്പുണ്ടല്ലോ, അത് ശരിക്കും ഈ തലമുടിയും കഴുത്തും ഒക്കെ കൂടെ കെട്ടിവെച്ച ഒരു കുട്ടി ബോധമണ്ഡലത്തിൽ ത്തിന്റെ ആ ഒരു അവിശദ മുഹൂർത്തങ്ങളിൽ വരഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചിത്രം പോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ മട്ടിൽ. അപ്പോ ഇയാളുടെ തലയിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത്? തലയിൽ ഇരിക്കുന്നത് മലയാളത്തിലെ പഴയ 2 കൃതികൾ ഉണ്ണുനീര് സന്ദേശവും ലീലാതിലകവുമാണല്ലോ. അപ്പൊ ഉണ്ണുനീര് സന്ദേശത്തിലും ലീലാതിലകത്തിലും മലയാളത്തിലെ ആദ്യത്തെ കൃതികൾ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ പ്രാചീനതയുള്ളതാണ്. ശിവനെ പ്രശംസിച്ചുകൊണ്ടാണ്, ശിവതുല്യമായ സങ്കല്പവുമാണ്. അമൃതകര കരോടി സ്വർധുനി ബദ്ധചൂടം ആണ് തല. അമൃതകര കരോടി സ്വർധുനി ബദ്ധചൂടം, ഇതെല്ലാം കെട്ടി തലയിൽ വെച്ചിരിക്കുകയാണ്. അമൃതകരൻ ചന്ദ്രനാണ്. ചന്ദ്രൻ തലയിൽ നിൽക്കുന്നു. ആ ശിവനിൽ തന്നെ തിരുമുടി തിരുനീറാം അംഗരാഗാഭിരാമം രണ്ടാമത്തെ വരിയിൽ. അത് ഈ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ തീപരി ഉണ്ടല്ലോ, അതും അവൻ തലയിൽ വെച്ചിരിക്കുകയാണ്. അത് ശിവനിൽ ഒരു 4 വരി കവിതയിൽ ഒന്നാമത്തെ വരിയിൽ അമൃതകരനായ ചന്ദ്രനും, രണ്ടാമത്തെ വരിയിൽ ഈ തിരുനീർ ഭസ്മമാണ്. ആ ഭസ്മം ശരീരം മുഴുവൻ അംഗരാഗം പോലെ മനോഹരമായ ഒരു വർണ്ണച്ചമയമായി ഉപയോഗിച്ച് ശരീരം മുഴുവൻ തേച്ചിരിക്കുകയാണ് ഈ ശിവൻ. അങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിൽ. അപ്പോ അവിടെ തന്നെ നിങ്ങൾക്ക് ഈ ജീവിതത്തിന്റെ വൈരുദ്ധ്യത്തിന്റെ പാര്യന്തിക ബിന്ദുക്കൾ 2 സങ്കല്പിക്കാമെങ്കിൽ ആ 2 സങ്കല്പിക്കുകയും ആ 2 സങ്കല്പിക്കുക മാത്രമല്ല ഒരു ഏകത്വത്തിൽ സമന്വയിക്കുകയും ചെയ്ത ഈ ഭാവനയുടെ അത്യന്ത വിജയം നിങ്ങൾക്ക് ഈ സങ്കല്പത്തിൽ കാണാവുന്നതാണ്. അതാണ് അപ്പൊ ഈ ജീവിതത്തിന്റെ ഈ അത്യന്ത വിരുദ്ധ കോടികളെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഈ ശിവനിലൂടെ. അതാണ് ഈ നടരാജ. എനിക്ക് ഈ നടരാജ എന്ന് പറയുമ്പോൾ വെറുപ്പ് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ എന്റെ നാട്ടിൽ നടരാജ മോട്ടോർ സർവീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി. എന്റെ ദൈവമേ, ഇതിനെ മുഴുവനും ഇപ്പോഴും എനിക്ക് നടരാജ എന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും നിന്നു പോകുന്ന ഒരു സാധനമാണ്. അതിൽ കയറിയവന് പിന്നെ ചുടുകാട് ആണ്. അങ്ങനെ ശിവനുമായിട്ടൊരു ബന്ധമാണ് ഈ നടരാജൻ. ഈ ഒരു 12ാം നൂറ്റാണ്ടിന് ശേഷം തെക്കേ ഇന്ത്യയിൽ ഇതിനെ മുഴുവൻ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ ശിവസങ്കല്പം ഹരപ്പൻ മൊഹൻജദാരോ സംസ്കാരങ്ങളുടെ കാലഘട്ടത്തിൽ വരെ ആ കാലഘട്ടത്തിൽ തൊട്ട് തന്നെ ഉണ്ടായ ഒരു സങ്കല്പമാണിത് കേട്ടോ. ഇതൊന്നും ആര്യ സംസ്കാരത്തിൽ നിന്ന് വന്നതൊന്നുമല്ല. അപ്പൊ അന്ന് തന്നെ ഉള്ളതാണ്. അതിനെപ്പറ്റി ഈ ബഷാം പറയും. ബഷാം എന്ന് പറഞ്ഞാൽ ആസ്ട്രേലിയയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ സ്റ്റഡീസിന്റെ ഏറ്റവും വലിയ പ്രാമാണികനാണ് അദ്ദേഹം. നമ്മുടെ ലോക മലയാള സമ്മേളനത്തിൽ സംഗതി എന്താണെന്ന് അറിയാതെ വന്നുപോയിട്ട് പിന്നെ പശ്ചാത്തപിച്ച ഒരാളാണ്. കുറച്ചു കൊല്ലം മുമ്പ് ഞാനപ്പോൾ അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ദ ഗ്ലോറി ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിരിക്കണമല്ലോ. ദ ഗ്ലോറി ദാറ്റ് വാസ് ഇന്ത്യ. ഒരു യൂറോപ്യനാണ് എഴുതുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ഇന്ത്യക്കാരനാണ്. അതിന് ആ സിദ്ധാന്തം നിങ്ങൾ വിസ്മരിക്കരുത്. ദ ഗ്ലോറി ദാറ്റ് വാസ് ഇന്ത്യ. അപ്പോ ഈ ആരാണ്, അമേരിക്കയിലെ ഒരു കവിയുണ്ടല്ലോ പ്രസിദ്ധനായ ടു ഹെലൻ എന്നൊക്കെയുള്ള കവിത എഴുതിയ എഡ്ഗാർ ആലൻ പോ. അപ്പൊ എഡ്ഗാർ ആലൻ പോവിന്റെ ഒരു കവിതയിൽ അദ്ദേഹം ഗ്രീസിനെ കുറിച്ചും റോമിനെ കുറിച്ചും ഉള്ള ലോകവിശ്രുതമായ 2 ശൈലികൾ അദ്ദേഹം അവതരിപ്പിക്കും. എന്താണ് ദ ബ്യൂട്ടി ദാറ്റ് വാസ് ഗ്രീസ് ആൻഡ് ദ ഗ്രാൻഡിയർ ദാറ്റ് വാസ് റോം എന്ന് എഡ്ഗാർ ആലൻ പോവിന്റെ സുപ്രസിദ്ധമായ ഒരു കപ്ലറ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത്രയും അറിഞ്ഞുകൂടും. ഗ്രീസ് എന്ന സൗന്ദര്യവും റോം എന്ന മഹിമയും എന്നുള്ള 2 പേര്. ഇതിനെ ഹൃദയത്തിൽ ചാലിച്ചുകൊണ്ടാണ് ബഷാം ദി ഗ്ലോറി ദി ഗ്ലോറി ദാറ്റ് വാസ് ഇന്ത്യ എന്ന് എഡ്ഗാർ ആലൻ പോവിന് ഒരു ചരിത്ര പണ്ഡിതൻ
ഉണ്ടാക്കിയ അത്യന്ത കമനീയമായ ഒരു അനുബന്ധവാക്യം ആയിട്ട് നിങ്ങൾക്ക് ഈ ഗ്ലോറി ദാറ്റ് വാസ് ഇന്ത്യ എന്ന അതൊരു ഇന്ത്യക്കാരന് തോന്നിയില്ലല്ലോ, എങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ ആ ഇന്ത്യക്കാരന് അത് തോന്നിയല്ലോ എന്ന് നമുക്ക് സന്തോഷിക്കാവുന്നതാണ്. ഗ്ലോറി ദാറ്റ് വാസ് ഇന്ത്യ. അപ്പൊ അദ്ദേഹം ഈ ശിവനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം പറയും ഈ ഹരപ്പൻ കൾച്ചറിൽ, ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഈ കേരളത്തിന് വെളിയിൽ തന്നെ അധികമൊന്നും പോകാത്ത അങ്ങനെ അതുകൊണ്ടാണല്ലോ ഈ വേഷത്തിലൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ വേറെ വേഷമുണ്ടെന്ന് അറിയുമല്ലോ. അപ്പോ അദ്ദേഹം പറയും ഈ ഹരപ്പൻ കൾച്ചറിൽ തന്നെ ഒരു ഊർധ്വമുഖമായി പിന്നെ ധ്യാന നിലീനനായ യോഗി തുല്യനായ ഒരു താപസൻ, ഒരു മനുഷ്യന്റെ ഒരു ചിത്രമുണ്ട്, ഒരു മുദ്രയുണ്ട്. അത് ആ കാലത്തെ ഒരു ശിവസങ്കല്പത്തിന്റെ ഒരു നേരിയ ഞാനൊന്നും ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരംഭമാണ് അത് പിന്നീട് തെക്കേ ഇന്ത്യയിലുമെല്ലാം ഉടനീളം വ്യാപിച്ച് അത് ഒരു വലിയ ഒരു വിശ്വാസത്തിന്റെ ഒരു കുടയായി, അംബ്രല ഓഫ് ഫെയ്ത്ത് എന്ന് നമുക്ക് പറയാം, സമസ്തത്തിനെയും യോജിപ്പിച്ചുകൊണ്ട് താഴെ നിൽക്കുന്ന ഒരു വിശ്വാസമായി. ആ വിശ്വാസത്തിന്റെ ചില ഭിന്ന ഘടകങ്ങളെയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചന്ദ്രനെയും സൂര്യനല്ല ഭസ്മത്തെയും, ഒന്ന് തണുപ്പിന്റെ മാധുര്യം, മറ്റൊന്ന് ചൂടിന്റെ ഒരു തിക്തഫലം, ഇതിന് രണ്ടിനെയും സങ്കല്പിക്കുകയാണ്. അതൊരു ദേവനിൽ ആറാടുകയാണ്. അതുപോലെ തന്നെ ഈ ശിവന് രണ്ട് താണ്ഡവമുണ്ട്, ഒന്ന് ആനന്ദ താണ്ഡവവും മറ്റൊന്ന് സംഹാര താണ്ഡവുമാണ്. അതൊക്കെയാണ് ഇന്നും നമുക്ക് ഒരു കലാപരിപാടി വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു നൃത്തമാണ്. ആനന്ദ താണ്ഡവം ചെയ്യുന്ന സന്തോഷത്തിന്റെ താണ്ഡവവും, അതുപോലെ തന്നെ സന്താപത്തിന്റെയും ദുഃഖത്തിന്റെയും അവസാന നിമിഷം കാണുന്ന സമയത്തിലുള്ള ഹൃദയോദ്വേഗത്തിന്റെയും മറ്റൊരു താണ്ഡവവും. ഇത് രണ്ടും ഒരു മനുഷ്യനിൽ സങ്കല്പിക്കുകയാണ്. അവിടെയാണ് ഈ ജീവിതത്തിന്റെ ഈ രണ്ട് ധ്രുവങ്ങളെ പിടിച്ചുകൊണ്ട് ഇതെല്ലാം അടങ്ങിയതാണ് ജീവിതം എന്ന് കാണിക്കുന്ന ഒരു വൈഭവം നിങ്ങൾക്ക് പ്രതിരൂപാത്മകമായി ശിവസങ്കല്പത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനൊരു ഉദാഹരണമായി ഞാൻ എടുത്തത് അതുകൊണ്ടാകും. അപ്പൊ കൂർമ്മപുരാണത്തിലെ ഒരു ഭാഗത്തിൽ ഈ ശിവൻ തന്നെ പറയും, ഞാനൊരു നടനുമാണ്, ഞാനൊരു നായാട്ടുകാരനുമാണ് എന്ന് പറയും. ശിവന്റെ ആദ്യ കാലഘട്ടത്തിൽ വളരെ മുമ്പത്തെ അവന്റെ രൂപം തന്നെ ഹണ്ടർ എന്ന നിലയ്ക്കാണ്, അവനൊരു നായാട്ടുകാരനായിട്ടാണ് അവൻ വരുന്നത്. അപ്പൊ ശിവന്റെ വേഷം തന്നെ എന്താണ്? ഈ മുഴുവൻ ഭസ്മവും ഒക്കെ പൂശി ഈ പാമ്പും എലിമ്പും ഒക്കെ ആയിട്ടുള്ളൊരു വേഷമാണ്. പക്ഷെ അവൻ സുന്ദരമൂർത്തി, ശിവന്റെ പര്യായമാണത്. വിശ്വസിക്കാമോ? ഭീകര ബീഭത്സമൂർത്തി എന്ന് പറയാവുന്ന, നട്ടപ്പാതിരക്ക് ഒരു ചുടുകാട്ടിലെത്തിപ്പോയാൽ പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുടുകാടാണെന്ന് അറിഞ്ഞാൽ തന്നെ മരിച്ചുപോയവര് എനിക്ക് പരിചയമുണ്ട്. 12 മണിക്ക് ഞാൻ ചുടുകാട്ടിലെത്തിപ്പോയി എന്ന് പറഞ്ഞു. അതാണ് അവിടെ നിങ്ങൾ ഒരു കോലത്തെ, ഒരു നിഴലിനെ കണ്ടാൽ മതി. ഇന്ത്യയുടെ ശതാബ്ദ ദീർഘമായ ഉപബോധ മനസ്സിൽ സജീവ സത്തയായി നിൽക്കുന്ന ഈ ശിവന്റെ ഈ ഭീകര ഭീഷണ രൂപം, അതിന്റെ സമസ്ത ഉപാധികളോടും കൂടെ അവന്റെ ഈ സംഹാര താണ്ഡവം ആടുന്നതിന്റെ കേവല ഭാവന സാക്ഷാത്കാരം കൊണ്ട് മരിച്ചുപോകും, മനുഷ്യൻ മരിച്ചുപോകും. അമ്മാതിരി സങ്കല്പമാണത്. അതുപോലെ തന്നെ അവന്റെ ഈ ആനന്ദ താണ്ഡവവും. അപ്പൊ സുന്ദരമൂർത്തിയാണ്, അതൊക്കെ തമിഴനറിയാം. സുന്ദരമൂർത്തി ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ കണ്ണൂരിലെ ക്ഷേത്രപ്രതിഷ്ഠ സുന്ദരേശ്വരനാണ്. ആരാണ് സുന്ദരേശ്വരൻ? ഈ ശിവനാണ് സുന്ദരേശ്വരൻ, ഈ ശിവനാണ്. അപ്പോ അതാണ് ഈ സങ്കല്പത്തിന്റെ ഈ ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങൾ നിങ്ങൾക്ക് എവിടെ യോജിപ്പിക്കാമോ അത്തരത്തിലുള്ള ഒരു സങ്കല്പമാണ്. അത് അനന്തവും അത്യന്ത വിചിത്രവുമായ കഥാശാഖകളെ കൊണ്ട് വിസ്തൃതമായ ഒരു വടവൃക്ഷമായിട്ട് അത് നിൽക്കുകയാകും. അത് ഞാനിതൊക്കെ ഈ ചിന്തിക്കുന്നവരോട് കുറച്ചേ പറയാൻ പാടുള്ളൂ എന്നുണ്ട്, അതുപോലെ ചിന്തിക്കുന്നവനും കുറച്ചേ പറയാൻ പാടുള്ളൂ എന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് അധികം ഞാൻ പറഞ്ഞ് കഷ്ടപ്പെടുത്തുക, രണ്ടുപേർക്കും അപമാനകരമായ ഈ അധിക ഭാഷണം ഉണ്ടല്ലോ നിർത്തുകയാണ്. അപ്പൊ ഇത് അതിന്റെ ഒരു സ്വഭാവമാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതിനെ മുഴുവനൊന്ന് ഈ പഠനം മുഴുവൻ നിങ്ങൾക്കൊന്ന് ശരിപ്പെടുത്താവുന്നതാണ് ശിവസങ്കല്പത്തിൽ.
ഏതെല്ലാം വിധത്തിലാണിത് യോജിക്കുന്നത് എന്ന്. ശ്മശാനത്തിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്ന ശിവൻ ജീവിതം എവിടെ അസ്തമിച്ചു കിടക്കുന്നുവോ അതിനെ മാടി വിളിക്കുന്നവനാകുന്നു. അങ്ങനെയാണ്, അതാണ് നാം രഘുവംശത്തിൽ കാണുന്നത്, അല്ല കുമാരസംഭവത്തിൽ കാണുന്നത്. ലോകം മുഴുവൻ നശിക്കുവാൻ പേടിച്ചു ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ ശിവന്റെ ചൈതന്യത്തെ ഉണർത്തുവാൻ വേണ്ടി ദേവന്മാർ മുഴുവൻ പോവുകയാണ്. അതിനെയാണ് കാളിദാസൻ അവതരിപ്പിക്കുന്നത്. നഷ്ടപ്രായമായ ഒരു സംസ്കാരത്തിനെ വിളിച്ചുയർത്തുന്ന ഒരു നവജീവന്റെ ഈ ത്രസിച്ചുകൊണ്ട് നിൽക്കുന്ന ചേതന എന്ന നിലയ്ക്കാണ് ശിവനെ വിളിക്കുന്നത്. അപ്പോഴാണ് അതിൽ നിന്നൊരു പൊടിപ്പുണ്ടാകുന്നത്. സുബ്രഹ്മണ്യൻ, സേനാനിയായ സുബ്രഹ്മണ്യൻ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയധികം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു സങ്കല്പത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. ഇന്ത്യയുടെ സംസ്കാരത്തിൽ എന്നും പ്രസ്തോഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണത്. ആനന്ദകുമാരസ്വാമി ഈ അമേരിക്കയിൽ ബോസ്റ്റൺ മ്യൂസിയത്തിലെ ആമരണ ഡയറക്ടറായിരുന്നു. അദ്ദേഹം ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ ഹൃദയത്തെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം യൂറോപ്പിന് അമേരിക്കയ്ക്കും കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം എപ്പോഴും അദ്ദേഹം വീണ്ടും ചെന്നെത്തിയ സങ്കല്പം ഈ ശിവസങ്കല്പമാകും. അതാണ് ഈ ശിവസങ്കല്പം. ആ വാക്കിന്റെ അർത്ഥം മംഗളം എന്നുള്ളതാണ്. അത് വിശ്വസിക്കാൻ ഒക്കുകയില്ല. നമ്മളൊക്കെ ഈ ശിവനെ ചെറുപ്പത്തിൽ പരിചയപ്പെടുന്നത് ഈ സ്റ്റേജിൽ വെച്ച് ഈ ഭരതനാട്യക്കാരന് ശേഷം ഇവൻ വന്നിട്ടുള്ള ഈ ചാട്ടുമൊക്കെയാണ്. അവ പേടിച്ചു വിറച്ചിട്ട് ഇവന്റെ ഈ നോട്ടവും ഹണ്ടറാണല്ലോ, അവന്റെ ഈ പുരിക ഉയർത്തലും വില്ലയിലും ഇതെല്ലാം കണ്ട്. അപ്പൊ നമുക്ക് ഈ കിരാതം എന്നുള്ളതുണ്ടല്ലോ, കിരാതത്തിൽ ശിവന്റെ ശരിയായ വരവാണ്. അത് ആനന്ദമൂർത്തിയുമായി വരികയാണ്. ജീവിതത്തിന്റെ സമസ്ത സാരങ്ങളെയും സമന്വയിപ്പിക്കുക. ഇതുപോലെ നമുക്ക് ഈ രാജ്യത്ത് മറ്റൊരു സങ്കല്പമുണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണ സങ്കല്പമാകുന്നു. ആരാണ് ശ്രീകൃഷ്ണൻ? അത് പറയും, ഇത് ശ്രീകൃഷ്ണൻ എന്നുള്ളത് പൂർണ്ണ പുണ്യാവതാരം എന്ന് മേപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ പാടും. പൂർണ്ണ പുണ്യാവതാരം. ശ്രീകൃഷ്ണൻ തന്നെ ഒരു ഗോവർദ്ധനത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് താൻ പിറന്നു വീണ സമൂഹത്തിൽ ഇന്നലെ കൊച്ചിയിൽ പെയ്ത മഴ കൊണ്ട് തന്നെ പത്രക്കാര് പ്രളയം എന്ന് പറഞ്ഞില്ലേ, മഹാപ്രളയം. എത്ര ദിവസം മഴ. പത്രമില്ലാത്തത് കൊണ്ട് ആള് മനസ്സിലാക്കിയില്ല പ്രളയമാണെന്ന്. നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നത്, എനിക്ക് തല്ല് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിറ്റേന്ന് പത്രം വായിച്ചിട്ടും അതിന്റെ പിറ്റേന്ന് എഡിറ്റോറിയൽ വായിച്ചിട്ടുമാണല്ലോ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അന്നതുകൊണ്ട് ഇതിന്റെ ഒന്നും വലിയ, കുറച്ച് മഴ പെയ്തു വെള്ളം പൊഴിച്ച് എന്നേ ഉള്ളൂ. പ്രളയം, പടം ഇതൊക്കെ എന്നിട്ട് അതൊന്ന് കണ്ടേക്കാന്ന് ചോദിച്ച് ഇന്നിറങ്ങുമ്പോൾ പ്രളയവുമില്ല, പടവുമില്ല. എന്തൊരു മായാനൃത്തം ഈ ലോകത്തിൽ. അപ്പൊ ഈ ശ്രീകൃഷ്ണന് എന്തെന്ത് മുഖങ്ങളാണ് ഈ ശിവനെ പോലെ തന്നെ. പക്ഷേ രണ്ട് ലോകവുമാകുന്നു ശ്രീകൃഷ്ണൻ. ദിവ്യ കൈശോര വേഷം. നാരായണത്ത് ഭട്ടതിരി, നമ്മുടെ നാരായണത്ത് ഭട്ടതിരി, ആരെ കാണാൻ വേണ്ടി ഭട്ടോജി ദീക്ഷിതർ ഈ മറ്റേ വ്യാകരണത്തിന് വ്യാഖ്യാനവും ഒക്കെ എഴുതിയിട്ട് തെക്കേ ഇന്ത്യയിലേക്ക് നടന്നു വന്ന് ഡക്കാനിലെത്തുമ്പോൾ ഈ നാരായണത്ത് ഭട്ടതിരി മരിച്ചു എന്നറിഞ്ഞിട്ട് ദുഃഖത്തോടുകൂടെ തിരിച്ചുപോയോ? ആ നാരായണ ഭട്ടതിരി ദിവ്യ കൈശോര വേഷം. അഗ്രേ പശ്യാമി തേജോ നിബിഡ കള എന്നുള്ള ഇതുണ്ടല്ലോ, ദിവ്യ കൈശോര വേഷം, കൊച്ചുകുട്ടി. അതാണ് അത്. ഇന്ത്യയുടെ ആത്മാവിനെ മാധുര്യം കൊണ്ട് ഇതിലേറെ വശീകരിച്ച മറ്റൊരു സങ്കല്പമില്ല എന്ന് വിവേകാനന്ദൻ പറയും ഈ സങ്കല്പത്തെക്കുറിച്ച്. വാസ്തവത്തിൽ ഇത് മറ്റൊരു ആനന്ദമൂർത്തിയാണ്. അപ്പൊ അത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ പിന്നെ വേറെ വേണമോ? എന്തൊരു മധുരമായ ഒറ്റ വിശ്വാസം മതി. ഇവിടെ നമുക്ക് ഈ കുടുംബം മുഴുവൻ കുട്ടിയില്ലാത്ത വീടല്ല എന്ന് പറയാറുണ്ട്. അത്തരം വീടുകൾക്ക് ഗൃഹത്വം എന്നുള്ള മംഗള വിശേഷണം കൊടുക്കാൻ പര്യാപ്തമാകുമാറ് ഹൃദയത്തിൽ നമുക്ക് ഇതുണ്ടായാൽ മതി എന്ന് പറയുക വിശ്വാസത്തിന്റെ മഹിമയാണ്. അതൊക്കെ ഈ സങ്കല്പങ്ങളെ കൊണ്ട് സന്നദ്ധമാക്കി പുറപ്പെടുപ്പിച്ച് യുക്തിക്കും ചിന്തയ്ക്കുമെല്ലാം അതീതമായി ജീവിതത്തിലെ സാന്ദ്രഘനമായ ഒരു മഹാവിശ്വാസമായി ഒന്ന് നിൽക്കുമ്പോഴാണ് അത് ഈ മട്ടിലായിത്തീരുന്നത്.
അപ്പോൾ ഇത് ഈ കൊച്ചുകുട്ടി അതൊക്കെ പിന്നീട് കവികൾ എടുത്ത് ഉലാത്തുകയാണ്. വള്ളത്തോളിന്റെ ഒരു ചിത്രം ഇതൊക്കെ ഇങ്ങോട്ട് വരികയാണ്. വള്ളത്തോളിന്റെ ചിത്രം, ഒരു ചിത്രം, നീ ഇത് കാണുക. നീ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ സംസാരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഏകവചനമായി അഭിസംബോധന ചെയ്യുകയാണ്. സമഷ്ടിയെ നോക്കിക്കൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. നീ ഇത് കാണുക, ഒരാൺകുഞ്ഞിത എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായ പദ്യങ്ങൾ. അതൊന്നും ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കാറില്ല. അതൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയിരുന്നത്. അല്ലാതെ വേറെ എന്തു പറയാനാണ്? അപ്പൊ ഇതിന് രാധയുടെ കാമുകനായി മറ്റൊരു എന്തെല്ലാം വേഷമാണ്. രാധാകൃഷ്ണ സങ്കല്പം അതുതന്നെ ഇന്ത്യയുടെ ഹൃദയത്തെ അലിയിച്ചലിയിച്ച് നൂറ്റാണ്ടുകളിലൂടെ അടിയിലൂടെ അലിയിച്ചലിയിച്ചലിയിച്ച് പുതുതലമുറകൾ പോലും വാരി പിടിക്കുന്ന വിധത്തിലുള്ള ഈ ഭാവനയുടെ നിത്യസുന്ദര രൂപം ഈ രാധാകൃഷ്ണ സങ്കല്പം. ആ കൃഷ്ണൻ തന്നെ കുരുക്ഷേത്രത്തിൽ വന്നു നിന്നുകൊണ്ട് അതിഭീകരമായ ഈ വാളിന്റെ മുഴക്കവും കുടുംബബന്ധങ്ങൾ മുഴുവൻ അറ്റുപോയി നിത്യശത്രുക്കളെ പോലെ യുദ്ധം ചെയ്യുകയും ഗുരുശിഷ്യ ബന്ധത്തിന്റെ പാവന കണികകൾ പോലും ഈ വാളിന്റെ വീശലിലെ ഈ മിന്നൽ പിണറുകളായി അസ്തമിച്ചു പോകുകയും ചെയ്യുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ ഏകശാന്തന മനസ്കനായി ഈ കൃഷ്ണൻ ഇരിക്കുകയാണ്. ഒരു രാധയ്ക്ക് വേണ്ടി നാടാകെ നടന്ന് ഈ ശാശ്വത യുവത്വത്തിന്റെ പ്രതിരൂപമായി നിന്ന കൃഷ്ണൻ അവിടെ ഈ യുദ്ധഭൂമിയിലെ സമസ്ത ജനൽക്കാരങ്ങൾക്കും അതീതമായ നിത്യപ്രശാന്തതയോടുകൂടെ അദ്ദേഹം ഇരിക്കുകയാണ്. അവിടെ അതാണ് ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും യോജിപ്പിക്കുവാൻ സാധിക്കുന്ന സവിശേഷമായ ഒരു രൂപം. ഭാരതം ദൈവവൽക്കരിച്ചിരിക്കുന്നത് ഈ ജീവിതത്തിന്റെ സമന്വയത്തിന്റെ മധുര ചിത്രങ്ങളെയാണ്. അതാണ് ദിവ്യത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പുരാണ കഥകളിലൂടെ എങ്ങനെ ഇത് നിങ്ങൾക്ക് പലതിലൂടെയും ഇതിനെ സമന്വയിച്ച് കൊണ്ടുപോകാവുന്നതാണ്. ഈ കഥ ഞാൻ ഈ പറഞ്ഞ മട്ടിലുള്ള കഥകളല്ല, പലതിലൂടെയും നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇതിന്റെ വിശ്വാസപരമായ അടിസ്ഥാനം, ഈ അടിസ്ഥാനം നമുക്ക് കിട്ടുന്നതാകട്ടെ ഇത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അമേരിക്കക്കാരൻ എന്താണ് ഒരു ആനയെ കണ്ട് അതിന്റെ കൊമ്പിനെ വിൽക്കാന്ന് വിചാരിക്കുന്ന അതൊക്കെ ഒരു ജന്മവാസനയാണ്. അങ്ങനെയാണ് ജന്മവാസന. ഫ്രഞ്ചുകാരൻ എന്താ അങ്ങനെ? നമുക്ക് ഈ മട്ടിലാണ്. ഈ എവിടെ നമുക്ക് ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്നു, അത് ദിവ്യമാണ്, അത് പാവനമാണ്, അത് നമുക്ക് ആരാധനീയമാണ്. ആ മട്ടിലാണ് ഒരു ഉയർന്ന പർവ്വതം മനുഷ്യന്റെ കാൽപ്പാടുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതം, അത് ദിവ്യമാണ്, ആരാധനീയമാണ്. അത് അരവിന്ദ് ഘോഷ് വില്യം ആർച്ചർക്ക് മറുപടി എഴുതിയ ആ ഉപന്യാസങ്ങളിൽ അദ്ദേഹം പറയും എങ്ങനെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഇവിടെ ഉണ്ടായി എന്ന്. അപ്പൊ ഈ മട്ടിലാണ്. അത് ഞാൻ നേരത്തെ ഈ ശ്രീകൃഷ്ണന്റെ ഈ കഥ ഇങ്ങനെ വന്ന് ഞാൻ ചങ്ങമ്പുഴയെ പറ്റി പറയുമല്ലോ. അദ്ദേഹം നമുക്കൊരു പുതിയ ശൈലിയിലാണെന്ന് വെച്ചാൽ അദ്ദേഹം ആർക്കും മനസ്സിലാകാതെ ഇരിക്കലാണല്ലോ പുതിയ ശൈലി. അപ്പൊ ഒരു മോഡേൺ സെൻസിബിലിറ്റി ഉണ്ടാക്കിയെന്നാണ്. എന്തുണ്ടാക്കിയെന്ന്? മോഡേൺ സെൻസിബിലിറ്റി. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്തുകൊണ്ട്? എനിക്ക് എന്നോടിങ്ങനെ പ്രയോഗിച്ച് അല്ലോ, അപ്പൊ മറ്റുള്ളവനോട് ഇതുപോലെ പ്രയോഗിച്ചിട്ട് അതിനെയും മനസ്സിലാക്കിക്കാമല്ലോ. അങ്ങനെയാണ് മലയാള കവിതയ്ക്ക് ഒരു മോഡേൺ സെൻസിബിലിറ്റി ഉണ്ടാക്കിയ കവിയാണ് ചങ്ങമ്പുഴ. പക്ഷേ അദ്ദേഹം ഈ വേതാള കേളിയും സ്വരരാഗസുധയും എല്ലാം എഴുതിയ ചങ്ങമ്പുഴ ഈ മാധുര്യത്തിന്റെയും രാജ്യത്തിന്റെ ഹൃദയലയത്തിന്റെയും ഒരു ശാശ്വത കഥയായി ശ്രീകൃഷ്ണാവതാനം ഇവിടെ വ്യാപിച്ച് വിരാജിക്കെ ഹൃദയത്തിന്റെ തരുണ മധുരഭാവങ്ങൾക്ക് രൂപമുണ്ടാക്കിയ ചങ്ങമ്പുഴ നിത്യതരുണനായ ശ്രീകൃഷ്ണന്റെ അടുത്ത് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണന്റെ കാരുണ്യത്തിനോ ചങ്ങമ്പുഴയുടെ കവിതയ്ക്കോ എന്തോ പോരായ്മ ഉണ്ടായിരിക്കണം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ചങ്ങമ്പുഴയും ആ സങ്കല്പത്തിൽ എത്തിയിട്ട് അതിമധുരമായ കവിത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഗദ്യം പറയുന്ന സ്പീഡിൽ പിന്നീട് ഈ പദ്യം ഇങ്ങനെ വിട്ടുപോകാവുന്ന ഒരു സൂക്കേടുണ്ട്. എന്തൊക്കെ ഒരു സൂക്കേട് വേണ്ടേ മനുഷ്യന്? എന്റെ ഒരു സൂക്കേടുകാരൻ കന്തളിത മതാലസയാമ കൺമണി തോൾ ചേർന്നു നിൽക്കേ രാധ ആ വലങ്കാലൊരൽപ്പം മടങ്ങി
എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ലല്ലലല്ലം ആടിക്കളിക്ക് ചുണ്ടിലോളമായി. ഇപ്പൊ എനിക്ക് പകുതി അറിയുന്നുള്ളത് ഞാൻ തെളിയിച്ചാൽ മതിയല്ലോ, ഇതുപോലും തെളിയിക്കാൻ കഴിയാത്ത ആളുകൾ. കത്തിക്കളിക്ക് ചുണ്ടിലോടക്കുഴലുമായി മന്ദം എന്ന് പറഞ്ഞിട്ട് ആ കവിത ഇങ്ങനെ പോകുന്നതാണ്. ഭാരതത്തിന്റെ ഈ നിത്യതരുണോത്സുകമായ ഈ ഒരു ഹൃദയഭാവമുണ്ടല്ലോ, അത് ചങ്ങമ്പുഴയിലെത്തിയിട്ടും അവിടെ എത്തിയിട്ട് വിരാജിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഈ എന്താ നമ്മുടെ ജയദേവന്റെ ഗീതഗോവിന്ദം തർജ്ജമ ചെയ്യുന്നൊക്കെ ഈ വിളിയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹം എന്താണ് വേൾഡ് ലിറ്ററേച്ചറിലെ വേൾഡ് പോയട്രി, മഹാരാജാസ് കോളേജിലെ ലൈബ്രറിയിലുള്ള വേൾഡ് പോയട്രി എന്ന പുസ്തകം എടുത്തിട്ട് അതിൽ പിരാൻഡലോ ആയാലും സർവരുടെയും കവിതകൾ തർജ്ജമ ചെയ്യുന്നു. പക്ഷെ ഇത് തർജ്ജമ ചെയ്യണ്ട. ചങ്ങമ്പുഴ എങ്ങനെയല്ല, ഒരു കവി ഇവിടെ ഒരു 40 കൊല്ലം തലകുത്തി മറിഞ്ഞാൽ ഇവിടുത്തെ ഈ വലിയ ഒരു സംസ്കാരത്തിന്റെ മുഖമുണ്ടല്ലോ, ആ മുഖവുമായി അഭിമുഖമായി നിന്ന് അത്ഭുതപ്പെടേണ്ടി വരും. ആ അത്ഭുതപ്പെടുന്ന സന്ദർഭത്തിലാണ് ചങ്ങമ്പുഴ ഈ കവിത എഴുതിയതും ഗീതഗോവിന്ദത്തിന്റെ അദ്ദേഹം തർജ്ജമ എഴുതിയതും ആ സന്ദർഭത്തിലാവും. അതുപോലെ തന്നെ ഈ ശിവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ യുഗത്തെ മറ്റൊരു കവി വള്ളത്തോളിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേറൊരു കവി ഇവിടെ ഈ പുതുമയുടെ പരിവർത്തനത്തിന്റെ ഈ സമസ്ത ചൈതന്യവും മലയാള കവിതയിൽ ഉണ്ടാക്കി എന്ന് വർണ്ണിക്കപ്പെടുന്ന ആശാന്റെ കവിതകൾ നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഈ ശിവനൃത്തത്തിന്റെ ഈ ഭീകര ജണൽക്കാരങ്ങൾ ആ കവിതയിൽ കേട്ട് ഞാൻ ഭയന്നിട്ടുണ്ട്. ആശാന്റെ പരിവർത്തനം എന്ന കവിത നിങ്ങളൊന്ന് ചൊല്ലി നോക്കേണ്ടതാണ്. അതിലെ സങ്കല്പം എവിടെ നിന്നുണ്ടായി എന്ന്. ഇവിടെ നാട്ടും പുറക്കാരനായ ഒരു കർഷകൻ ഈ സ്വന്തം ജീവിതത്തിൽ മരിക്കുന്ന സമയത്ത് ദുഃഖിച്ചു പറഞ്ഞാൽ അത് പാശ്ചാത്യ ലോകത്തിലെ ഏതോ ചില സങ്കല്പങ്ങളുമായിട്ട് ആരുടെയാണ് ഈരിപ്പസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇവിടുത്തെ കർഷകന് ഈരിപ്പസിന്റെ കോംപ്ലക്സുമായിട്ട് ആളുകൾ ആശാന്റെ പരിവർത്തനം എന്ന കവിത കയ്യിൽ കിട്ടിയാൽ അതിൽ മുഴങ്ങുന്ന ശബ്ദമേത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് ഈ രാഷ്ട്രത്തിന്റെ അതിർത്തികൾക്കപ്പുറത്ത് പോയി ഈ പെർമിറ്റില്ലാതെ പോയതുകൊണ്ട് പിടിക്കപ്പെട്ട് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെടുന്ന കവികളും വ്യാഖ്യാതാക്കളുമായി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിലാണ് ആശാൻ പാടും ഒരു പുതിയ യുഗത്തെ അവതരിപ്പിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് കൂമനും പരിവർത്തനം എന്ന കവിത. കരഞ്ഞുകൊണ്ട് കൂമനും കുറുക്കനും ഗമിക്കവേ, വിരഞ്ഞു കുക്കുടങ്ങൾ മോദകാഹളം വിളിക്കവേ, എരിഞ്ഞുയർന്നിടും ദിനേശ. നമുക്കിന്ന് ദിനേശ് എന്ന് പറഞ്ഞാൽ ദിനേശ് പീഡിയാണ്, അത്തരത്തിലായിരിക്കുകയാണ്. കുട്ടികളതിനാർത്ഥമല്ലാതെ മറ്റൊന്ന് പറയുകയുമില്ല. ഇന്ന് ദിനേശനെ വിളിച്ച് പറയുകയാണ്, ദിനേശ ഒന്നിനെയും കൂസരുത്, ഈ ധൂമം വലിക്കുന്ന കാലത്തോളം ആരെ എന്തിനെ ഭയപ്പെടേണ്ടതാകുന്നു എന്ന മട്ടിൽ. എന്നിട്ട് പിന്നീട് ഇങ്ങനെ വന്നിട്ട് പറയും, ഈ സൂര്യൻ ഉദിച്ചിട്ട് ആകാശത്തിലൂടെ പോകണം, ഇവിടുത്തെ അന്ധകാരം മുഴുവനും പാഞ്ഞു പോകും, അന്ധകാരത്തിന്റെ വൈതാളികന്മാര് മുഴുവൻ ഈ കുറുക്കനും കൂമനുമല്ല അസ്തമിക്കും, ഇതാ പുതിയ ലോകം വരുന്നു, വൃദ്ധഭൂമി അതിന്റെ ഞരമ്പുകളിലൂടെ ഈ തണുത്ത രക്തം ഉറപ്പിക്കുവാൻ സൂര്യ നീ ചൂട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതാക്കുക. എന്നിട്ടൊരു നൃത്തത്തെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ഈ ചതുഷ്പാദിയിൽ ഒരു നൃത്തത്തെ വർണ്ണിക്കുന്നുണ്ട്. എന്താണ് നൃത്തം? ശിവനൃത്തമാണ് ആശാൻ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ്? സൂര്യൻ ഇങ്ങനെ പോകുന്ന സമയത്ത് സങ്കല്പിക്കുകയാണ് കവി. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് അകലത്ത് പ്രകാശിച്ച നക്ഷത്രങ്ങൾ സൂര്യൻ അടുത്തു വരുമ്പോൾ മങ്ങിപ്പോകുന്നു. അകന്നു നിൽപ്പ് എന്താണ്? ഉടുക്കൾ മങ്ങി മിന്നിടട്ടെ ദേവ പാഞ്ഞു പോകനീ എന്ന് പറയും. അകന്നു നിൽക്കുവോരുടുക്കൾ ഒക്കെ അതിദ്രുതം മങ്ങി മിന്നിടട്ടെ ദേവ പാഞ്ഞു പോക നീ എന്ന് പറയും. അപ്പോ ഈ നക്ഷത്രങ്ങളെല്ലാം മങ്ങിപ്പോവുകയാണ്. കൂർമ്മപുരാണം തുടങ്ങിയിരിക്കുന്ന പുരാണങ്ങളിൽ ശിവന്റെ ഈ നൃത്തം വർണ്ണിക്കുന്നുണ്ട്. ആ സമയത്ത് നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും ആ സമയത്ത് ഈ പർവ്വതങ്ങൾ തകർന്നു പോവുകയും സമുദ്രം വറ്റിപ്പോവുകയും ചെയ്യുന്നത് വർണ്ണിക്കും ഈ ശിവന്റെ നൃത്തത്തിൽ. ആ വർണ്ണനമാണ്. പുതിയ ചൈതന്യത്തെ ആവഹിച്ചുണർത്തുകയാണ്. ഇവിടെയും അത് നടത്തുകയാണ്. ശൈലി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരു കവിയുടെ ഹൃദയം
നമ്മളെല്ലാം ഈ വളരെ ബുദ്ധിമുട്ടിയിട്ട് എത്തിച്ചേരേണ്ട ഒരു സാംസ്കാരിക ജൈത്രയാത്ര ഒരു ഭാവനയുടെ ഏകനിമിഷ ചക്രത്തിൽ അതിനെ സാക്ഷാത്കരിക്കുവാൻ ഒരു കവിക്ക് സാധിക്കുന്നു. ചങ്ങമ്പുഴയും വള്ളത്തോളും ആശാനും അതിനുദാഹരണമായി ആധുനിക മലയാള സാഹിത്യത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഈരടിയിൽ എനിക്കിത് പെട്ടെന്ന് ചൊല്ലാൻ സാധിക്കുന്നില്ല. അതെ, പൊടിഞ്ഞെരിഞ്ഞു താണിഴട്ട പർവ്വതം നികന്നിഴട്ട വാരിരാശി നിന്റെ തീർത്ഥടങ്ങളിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നക്ഷത്രം കൊടിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നിന്റെ ഈ പുകഞ്ഞെരിഞ്ഞ് പൊടിഞ്ഞ് വീണിടട്ട പർവ്വതം നീ പോകുമ്പോൾ ഈ ഉയർന്നു നിൽക്കുന്ന പർവ്വതമെല്ലാം താഴെ വീഴട്ടെ, നികന്നിടട്ട വാരിരാശി നിന്റെ ഈ സമുദ്രം നികന്നു വരട്ടെ, നിന്റെ ഈ തേര് പോകുവാൻ, അല്ലയോ ദിനേശ മഹാചക്രവർത്തി നീ പോവുക. അതാണ് ഒരു രാഷ്ട്രത്തിന്റെ ഹൃദയത്തെ എങ്ങനെ ഇതൊക്കെ ഭരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ബഷാം അദ്ദേഹത്തിന്റെ ഈ കൃതിയിൽ പറയും, ഇത് അത്ഭുതകരമാണ്. ഗ്രീസും റോമും കണ്ടവനാണ് ഞാൻ, ഈജിപ്തും കണ്ടവനാണ്. പക്ഷേ ഈജിപ്തിൽ ഫറോവയുടെ കാലത്തെ ജീവിതം ഇന്ന് ഈജിപ്തുകാരൻ മനസ്സിലാക്കുന്നത് ഈ ഉത്ഖനനങ്ങളുടെ ചിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ്, എക്സ്കവേഷൻസിലൂടെയാണ് അവൻ മനസ്സിലാക്കുന്നത്. കുഴിച്ചെടുത്ത അവശിഷ്ടങ്ങളാണ് പഴയ ഈജിപ്തിന്റെ സംസ്കാരം. ഗ്രീസിൽ ചുരുക്കം ചില പേരുകൾ ബാക്കിയുണ്ട്. അരിസ്റ്റോട്ടിൽ ഒണാസിസ് വലിയ പൈസക്കാരന്റെ പേരാണ്. അങ്ങനെ അരിസ്റ്റോട്ടിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇതൊരു അരിസ്റ്റോട്ടലിന്റെ പുനർജന്മം എന്നൊന്ന് ആലോചിക്കേണ്ടതാണ്. അങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ജീവിക്കുന്നത്, അങ്ങനെയേ ജീവിക്കുന്നുമുള്ളൂ. അതുപോലെ തന്നെ റോമിൽ പാർത്തനാണും മറ്റും ഇന്ന് നമ്മൾക്ക് ചിത്രത്തിൽ കാണാം, പോയിട്ടും നോക്കാം. റോമിൽ ഇന്ന് അതൊന്നുമില്ല. പക്ഷെ ഇവിടെ ആകട്ടെ ഇന്നും ഈ ഗുരുവായൂർ അമ്പലത്തിലെ മണിയൊക്കെ മുഴങ്ങുന്ന സമയത്ത് ഒരു പഴയ ജീവിതത്തിന്റെ ഒരു ശാശ്വത ബിന്ദുവിൽ ഈ രാഷ്ട്രത്തിന്റെ ജീവിതം അതിന്റെ സമസ്ത ക്ലേശങ്ങളും വിസ്മരിച്ചുകൊണ്ട് ഒരേക ബിന്ദുവിൽ അത് അതിന്റെ ശാന്തിയുടെ ശാശ്വത സാക്ഷാത്കാരം പ്രാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരത്തിലെല്ലാമുള്ള ഈ പുണ്യ പുരാണ വിശ്വാസങ്ങൾ മുഴുവനുമുണ്ട്. ഞാൻ എത്ര മിനിറ്റ് സംസാരിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി എത്ര മിനിറ്റ് നിങ്ങൾ അനുവദിക്കും എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് മിനിറ്റുള്ളിടത്തോളം ഇത് പറഞ്ഞു തീരാതെ ഇപ്പം പോകാൻ ഒക്കുകയുമില്ല. എങ്കിലും കഴിയുന്നത് ചുരുക്കിയിട്ട് ഞാനിത് പറയാം. ഇതിന്റെ പുറകിലുള്ള ഒരു വിശ്വാസത്തെ കൂടെ ഞാൻ, വിശ്വാസമല്ല തത്വത്തിന്റെ കൂടെ ഞാനൊന്ന് അവതരിപ്പിച്ചിട്ട് ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കാം. ഈ ജീവിത വൈവിധ്യത്തെ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഫിലോസഫിയുടെയും ഇന്ത്യൻ മതത്തിന്റെയും സ്വഭാവം. അത് നിങ്ങൾക്ക് ഉപനിഷത്തുകളിൽ കാണാം, വേദങ്ങളിൽ കാണാം, ബ്രഹ്മസൂത്രത്തിൽ കാണാം, ഗീതയിലും കാണാം. അതിന്റെ അവസാനത്തെ പ്രകീർത്തകൻ എന്ന നിലയ്ക്കാണ് ശങ്കരാചാര്യരെ നാം ഈ ബഹുമാനിക്കുന്നത്. ശങ്കരാചാര്യരുടെ തത്വചിന്ത എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാം. ശങ്കരാചാര്യർ ജീവിതത്തെ നിഷേധിക്കുന്നു എന്നൊക്കെ നാം ഈ മറ്റുള്ളവർ പറയുന്നതിന്റെ ആവർത്തനം എന്നറിയാതെ കണ്ട് നാം പറഞ്ഞു പോകുന്നുണ്ട്. ശങ്കരാചാര്യർ അങ്ങനെ നിഷേധിച്ചിട്ടില്ല. ശങ്കരാചാര്യർ ഒരമ്മയ്ക്ക് പിറന്ന മകനായിരുന്നു, സംശയിക്കേണ്ട. ശങ്കരാചാര്യരുടെ ജീവിതത്തിലെ ഏറ്റവും പാവനമായ ഒരു സന്ദർഭം, അമ്മയ്ക്ക് സുഖക്കേട് പിടിച്ച സമയത്ത് അയാൾ പറന്ന് കേരളത്തിലെത്തി. ഇവിടത്തെ ഈ യാഥാസ്ഥിതികരായ നമ്പൂതിരിമാർ അവസാന കർമ്മങ്ങൾ ചെയ്യുന്നതിൽ സഹകരിക്കുകയില്ല എന്നുള്ളത് ഭയന്ന് ഓടിയെത്തി അമ്മയുടെ മുമ്പാകെ ഒരു മകന്റെ സമസ്ത കർത്തവ്യങ്ങളും പരിപൂർണമായി നിർവഹിച്ച ഒരു പുത്രനായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഈ മാതൃസ്തവത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ സ്തവം താവതീയം പ്രസൂതി സമയെ ദുർവാര ശൂലവ്യഥ, അമ്മയെ വർണ്ണിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അറിയുന്ന ശങ്കരാചാര്യരാണ്. അമ്മ പ്രസവിച്ചിട്ടാണ് ഞാൻ ഉണ്ടായത് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വൈസർ വിശ്വസിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നാം വിശ്വസിക്കേണ്ടതാണ്. ജീവിതത്തെ നിഷേധിച്ചു എന്നാ പറയുന്നത്. അമ്മയെ നിഷേധിക്കാത്ത ഒരാൾക്ക് ജീവിതത്തെ നിഷേധിക്കാൻ ഒക്കുകയില്ല. നൈരുച്യം, അമ്മയുടെ സൂക്കേടുകൾ മുഴുവനും ഒരു ഡോക്ടർ മനസ്സിലാക്കിയതുപോലെ ഈ സന്യാസി മനസ്സിലാക്കിയിരിക്കുകയാണ്. രുചിയില്ല. ഈ വേദാന്തിയെ ഗർഭത്തിൽ ധരിക്കുന്ന സമയത്ത് രുചിയില്ലാതെ
നമ്മളൊക്കെ ആയാലും നൈരുച്യം, തനുശോഷണം, മെലിഞ്ഞുപോയി. മലമയീ ശയ്യാച സാംവത്സരി, കൊല്ലങ്ങളോളം നീണ്ടുകിടക്കുന്ന അമ്മയ്ക്ക് കുട്ടിയുടെ മലമൂത്രങ്ങൾ പരന്നു കിടക്കുന്ന ഈ ഒരു കിടക്കയുണ്ടല്ലോ, ആ കിടക്കയും ഉണ്ടാക്കിയത് മകനായ ഞാനല്ലയോ? അല്ലയോ അമ്മേ, നിനക്ക് എപ്പോഴാണ്, ഏത് മകനാണ് നിനക്കുള്ള ഈ കടമ നിറവേറ്റാൻ സാധിക്കുക എന്ന് ശങ്കരാചാര്യർ ചോദിക്കും. ലോകത്തിലെ ഏത് ഭാവഭാസുരനായ കവിയും ഈ ഊഷ്മളമായ ഹൃദയസ്പന്ദത്തിന്റെ മുമ്പിൽ സ്തബ്ധനായി നിൽക്കും എന്ന് ഞാൻ വിചാരിക്കും. ആ ഒരു ലോകാചാര്യനെ കുറിച്ച് ഈ ജീവിത നിഷേധം എന്ന് പറയാൻ പാടില്ലാത്തതാണ്. ഈ ശങ്കരാചാര്യർ എന്താണ് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയ ആളാണ്. ഗീതയുടെ സത്യം തന്നെയും അത് കുരുക്ഷേത്ര കൃഷ്ണൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുരുക്ഷേത്ര കൃഷ്ണൻ ജീവിതത്തിന്റെ ഏറ്റവും എന്താണ് പറയേണ്ടത്, ക്രൂരവും, വേദത്തിൽ ഒരു പ്രയോഗമുണ്ട്, എന്താണോ ക്രൂരം, എന്താണോ ഘോരം, എന്താണോ പാപം എന്ന് പറയും. മഹാപുരുഷന്മാരുടെ കടമ എന്താണോ ഘോരം, എന്താണോ ക്രൂരം, എന്താണോ പാപം, അതിനെ ശാന്തവും സുന്ദരവുമാക്കുക എന്നുള്ളതാണ്. ഋഗ്വേദം പറഞ്ഞു, യദിഹ ഘോരം യദിഹ ക്രൂരം യദിഹ പാപം തച്ഛാന്തം തച്ഛിവം. എന്തിവിടെ ഘോരമായി നിൽക്കുന്നുവോ, എന്തിവിടെ ക്രൂരമായി, എന്തിവിടെ പാപമായി നിൽക്കുന്നുവോ, അത് ശാന്തവും ശിവവുമാകട്ടെ. ഇതാണ് ഈ രാജ്യത്തിന്റെ പ്രാർത്ഥന. അതാണ് മഹാപുരുഷൻ ചെയ്യേണ്ടത്. കുരുക്ഷേത്ര ഭൂമിയിൽ ശ്രീകൃഷ്ണൻ ചെയ്തത് ഇതാണ്. ചുറ്റുപാടും എന്ത് ഘോരമാണ്, ഏതെന്ന് ഇതിൽ കവിഞ്ഞ് ഘോരം. സഹോദരപുത്രന്മാർ പരസ്പരം മത്സരിച്ച് നിൽക്കുന്നു, പരസ്പരം തലയെറുക്കുവാൻ നിൽക്കുന്നു. പിന്നീട് ധർമ്മപുത്രർ ഈ ദുര്യോധനനെ നോക്കിയിട്ട് നിന്നെ കടിച്ചു തുപ്പി കൊല്ലേണ്ടതാണ് എന്ന് പറയുന്ന ഭാഗങ്ങൾ, അതാണ് ഘോരം. ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നതും അതാണ്. എന്ത് ഘോരമാണോ, ശ്രീകൃഷ്ണൻ മാത്രമില്ല, അങ്ങനെ ഒരു വ്യത്യാസം. കുരുക്ഷേത്രം തന്നെയാണ്, പക്ഷേ ശ്രീകൃഷ്ണനില്ല. അതാണ് ഇങ്ങനെ എപ്പോഴും തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്ന അതിന്റെ കാര്യം എന്നെനിക്ക് തോന്നുന്നു. ഘോരം, ക്രൂരം, പാപം. ശ്രീകൃഷ്ണൻ അതിനെ ശാന്തവും ശിവവുമാക്കി. വൈദിക മതമനുസരിച്ച് എങ്ങനെ ശാന്തവും ശിവവുമാക്കി? ഈ കർമ്മത്തിന് ഘോരതയും ക്രൂരതയും പാപത്വവും വരുന്നത് എങ്ങനെ? ഈ കർമ്മത്തിന് ഘോരത്വവും പാപത്വവും ക്രൂരത്വവും വരുന്നത് ഈ കർമ്മം ഇത്രയധികം മനുഷ്യർ ഈ ലോകത്തിലിരിക്കെ നിനക്ക് മാത്രം എന്ന് നീ സങ്കല്പിക്കുമ്പോഴാണ്. അതിലേറെ ഘോരമായും അതിലേറെ പാപമായും അതിലേറെ ക്രൂരമായും മറ്റൊരു കർമ്മമില്ല. ഈ പ്രപഞ്ചത്തിൽ ഇത്രയും മനുഷ്യർ നിൽക്കുമ്പോൾ സമസ്ത കർമ്മങ്ങളുടെയും ലക്ഷ്യം ഈ സമസ്ത മനുഷ്യന്മാർ. അത് ഈ പഴയൊരു കഥയുണ്ട്. എന്താണ്, ശിവന്റെ പുറത്ത് ദേഷ്യം വന്നപ്പോൾ മകനായ ഗണപതി ഒരു അടിയടിച്ചു. പിറ്റേന്ന് ഗണപതി വന്ന് അമ്മയുടെ പുറമൊക്കെ തടവുന്ന സമയത്ത് അവിടെ 5 വിരലുകൾ തിണർത്ത് പൊങ്ങിയിരിക്കുന്നു. അപ്പൊ ഗണപതി ഒരു ദൈവത്തിന്റെ മക്കളായി തീരുമ്പോ അല്പം വിഡ്ഢിത്തം വരും, ഒരവിഡ്ഢിയാണ്. അപ്പൊ അവൻ ചോദിച്ചു, അമ്മയുടെ പുറത്ത് ആരാ അടിച്ചത്? അവ പറഞ്ഞു, ഇന്നലെ എന്റെ ഒരു മകൻ അടിച്ചതാണ്. ഓ, സുബ്രഹ്മണ്യനല്ലേ? അല്ല, നീ തന്നെ. അപ്പോ അല്ല, അമ്മയുടെ പുറത്തല്ല അടിച്ചത്, വേറെ ഏതോ ഒരു ജീവിയെ മറ്റോ തല്ലിന്നാണ്. അത് നോക്കുന്ന സമയത്ത് അമ്മയുടെ പുറത്തു വന്നാണ്. ഇതാണ് ഈ വിശ്വാത്മകത്വം എന്ന് പറയുന്ന ഭാവമാണത്. ഈ മട്ടിൽ കർമ്മം ചെയ്യുക എന്നത് പഠിപ്പിക്കുകയാണ് ഈ ഗീതയിൽ നിർവഹിച്ചിരിക്കുന്നത്. അത് ഗീതയിൽ ഉടനീളം അത് പറയുന്നുണ്ട്. അല്ലയോ അർജുന, നീ ഇപ്പോൾ കർമ്മം ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറയുന്നു. നീ എന്നെ കാണുന്നുണ്ടോ? ആരാണ് ഞാനെന്നറിയുമോ? ഞാൻ വാസുദേവനാണ്. എനിക്ക് ഈ ലോകത്തിൽ ഒന്നും പ്രാപിക്കുവാനില്ല എന്ന് നീ അറിയുമോ? അറിയും. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു നിമിഷം കർമ്മം ചെയ്യാതെ ഇരുന്നിട്ടുണ്ടോ?
എന്നിട്ട് പറയുകയാണ്, ഉൽസീതേയുരിമേ ലോക നഖുര്യാം കർമ്മ ചെയ്ത അഹം. ഞാൻ ഈ ലോകത്തിൽ കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അർജുന നീ കരുതുക, ഈ പ്രപഞ്ചം ഇവിടെ നിന്നുപോകും. അതാണ് നാലപ്പാടൻ വളരെ കാലം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ച് വിഷാദകാവ്യം എഴുതുമ്പോൾ നാലപ്പാടൻ എഴുതും, എന്താണ്, എൻ കയ്യുമില്ലായെങ്കിൽ അപ്പോഴേ നിശ്ചലം ഈ എന്താ കാല എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇതുണ്ട്. എൻ കയ്യുമില്ലായെങ്കിൽ ഈ പ്രപഞ്ചം ഇവിടെ ഈ പരിഭ്രമണം ചെയ്തു നിൽക്കുന്നു. ഞാനില്ലെങ്കിലും പരിഭ്രമണം ചെയ്യുമായിരിക്കാം, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ കൈയും കൂടെ ചേർന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇവിടെ നിഷ്പന്ദമായി നിൽക്കും. എൻ കയ്യുമില്ലായെങ്കിൽ അപ്പോഴേ നിശ്ചലം കാലചക്രം. ദുർബലമെങ്കിലും എൻ കയ്യുമില്ലായെങ്കിൽ അപ്പോഴേ നിശ്ചലം കാലചക്രം. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പഴയ ഈ കുരുക്ഷേത്ര ഭൂമി എന്നുള്ളൊരു സ്പന്ദനമാണ്. അതൊക്കെ ഈ കവികൾക്ക് പുസ്തകം ഗ്രന്ഥാർജിതമൊന്നുമല്ല. ഇന്നലെ ഞാൻ ലൈബ്രറിയിൽ നിന്നൊരു പുസ്തകം എടുത്തു, ഇന്ന് ഞാൻ ആ മോഡലിൽ കവിത എഴുതി, നാളെ ആ മോഡലിൽ വ്യാഖ്യാനവും എഴുതി. അത്തരത്തിൽ സാഹിത്യകാരന്മാരാവുകയല്ല. ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് പതുക്കെ ഈ കുമിളകൾ പൊക്കിക്കൊണ്ട് ഈ ഉറവകൾ വരുന്നത് പോലെ കവിത ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണ് ശ്രീകൃഷ്ണൻ പറയും, ഞാൻ നേരത്തെ പറഞ്ഞതിന് സംസ്കൃതം എന്താണ്, അതെ, ഉൽസീതേയു എന്നുള്ളതിന്റെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഒന്നും ചെയ്യാനില്ല, കേട്ടാനില്ല. അതെ, അനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. എനിക്ക് പ്രാപിക്കുവാനൊന്നുമില്ല, എങ്കിലും ഞാൻ ഈ കർമ്മത്തിൽ നിത്യമായി നിൽക്കുന്നു. എന്തുകൊണ്ട് നിൽക്കുന്നു? ഞാൻ ഈ ചെയ്യുന്നത് ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. നീ ചെയ്യുന്നത് ലോകത്തിന് വേണ്ടി ചെയ്യുക, അതാണ്. അങ്ങനെ നീ പ്രവർത്തിക്കുക. ലോകസംഗ്രഹം. ഗീതയ്ക്ക് ഭാഷ്യം എഴുതുന്ന സമയത്ത് ശങ്കരാചാര്യർ ഇത് തന്നെ എടുത്തു പറയും. ലോകസംഗ്രഹത്തിന് വേണ്ടി, ഞാൻ ഈ സംസ്കൃതമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല, ലോകസംഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മമുണ്ടല്ലോ, അത് കർമ്മമല്ല, അത് ഘനീഭൂതമായ ജ്ഞാനമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ കർമ്മനിഷേധം എന്ന് വരുന്നത്. കർമ്മനിഷേധം എന്ന് വരുന്നത് ഇത് കർമ്മമല്ല എന്ന് ആലങ്കാരികമായി പറഞ്ഞുകൊണ്ടാണ്. ഭാരതീയ തത്വശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ഈ ഉപരിപ്ലവമായ ധാരണ വെച്ച് ഒക്കുകയില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാനിത് പറയുകയാണ്. കർമ്മനിഷേധവും ജ്ഞാനകർമ്മ സമുച്ചയ നിഷേധവും ഗീതയിൽ ശങ്കരാചാര്യർ ചെയ്യും. എങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ പറയുകയാണ്. സംഘമില്ലാതെ പ്രവർത്തിക്കുന്ന കർമ്മമുണ്ടല്ലോ, കർമ്മമല്ല അത് ജ്ഞാനമാണ് എന്ന് പറയും. അങ്ങനെയാണ് കർമ്മനിഷേധം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന കർമ്മം നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ കർമ്മമാക്കിയിട്ട് നീ ചെയ്യുക. എന്ത് നീ ചെയ്യുന്നുവോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് എന്നെ നീ കാണുന്നല്ലോ, ഞാൻ ആരാണ്? ഈ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ഞാൻ ഈ ലോകം മുഴുവനാണ്. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി നീ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ലോകത്തിന് വേണ്ടി നീ ചെയ്യുക എന്നതാണ്. ശ്രീകൃഷ്ണന്റെ രൂപം വിശ്വരൂപമാണെങ്കിൽ ശ്രീകൃഷ്ണന് വേണ്ടി ചെയ്യുന്ന കർമ്മം വിശ്വാത്മകമായ കർമ്മമാണ്. ഗീത അനുശാസിക്കുന്നത് അതാണ് ഗാന്ധിജി പറഞ്ഞത്. ഇതാ, കർമ്മത്തിന്റെ ലോകത്തിൽ എനിക്ക് സംശയം വരുമ്പോൾ എന്റെ മാതാവ്, ഗീതാമാതാവ്, ഞാൻ അവിടെ ഓടിച്ചെല്ലുന്നു, സംശയം പരിഹരിക്കുന്നു. ഒരു കാലത്ത് ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം ഏറ്റവും ഉത്കൃഷ്ടമായ മനുഷ്യമഹിമയുടെ സ്ഫുലിംഗങ്ങൾ കൊണ്ട് ഈ രാഷ്ട്രം മുഴുവനും പ്രോജ്വലിച്ചെങ്കിൽ അത് ആ കാലഘട്ടത്തിന്റെ ധീരതയാണ്. ഇന്നാകട്ടെ ചെയ്യുന്നത് മുഴുവൻ, നമ്മൾ ഈ ഇന്ത്യയിലെ എത്ര ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് ഈ രാജ്യത്ത്? 16, 15, എത്ര സംസ്ഥാനങ്ങളാണ്? അവിടെ മുഴുവൻ നടക്കുന്നത് 150 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉണ്ടെങ്കിൽ എത്രയാണ് അതിന്റെ പകുതി? 75. അപ്പൊ 76 ആൾ ഒരു ഭാഗത്ത്, 74 ആൾ ഒരു ഭാഗത്ത്, എന്നിട്ട് ഭരിക്കുകയാണ്. ഈ 76 ആളെ പറ്റി 74 ആൾ പറയും, നീ ഇന്നതെല്ലാം ചെയ്തില്ലേ, നീ ഇന്നതെല്ലാം തോന്നിയാസം ചെയ്തില്ലേ. പിന്നെ മറ്റവന്റെ മറുപടി, നീ ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണല്ലോ സാധാരണ ഉത്തരം. അതല്ല, മറ്റവൻ കയറിയിട്ട് പറയും, നീ ഇന്നതെല്ലാം ചെയ്തില്ലേ, നീ ഇന്നതെല്ലാം ചെയ്തില്ലേ. അങ്ങനെ ഇവർ മറുപടി പറഞ്ഞിട്ട് ഇത് നിയമനിർമ്മാണ സഭയാണ് എന്ന് പറഞ്ഞ്
നമ്മുടെ രാജ്യത്ത് 16 സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും നിയമം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് നാം ഇവിടെ ആകട്ടെ ഈ ശ്രീകൃഷ്ണൻ എന്താണ് ഞാൻ ആ ചോദ്യം പറഞ്ഞത്? അതെ, പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ഇരിക്കട്ടെ. അപ്പോ ഈ മട്ടിൽ ചോദിക്കുന്നതിന് പറ്റിയ ഉത്തരം തന്നെ ശ്രീകൃഷ്ണൻ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഉടനീളം ഈ കർമ്മം എന്ന് വെച്ചാൽ ലോകത്തിന് വേണ്ടിയുള്ള, അതെ, വിശ്വരൂപം, നീ എന്നെ കണ്ടല്ലോ, ഈ വിശ്വമാണല്ലോ, എനിക്ക് വേണ്ടി നീ കർമ്മം ചെയ്യുക, ഈ ലോകത്തിന് വേണ്ടി നീ കർമ്മം ചെയ്യുക. അങ്ങനെയാണ് യോഗികൾ പോലും കർമ്മം ചെയ്യുന്നു എന്ന സുപ്രശസ്തമായ ഒരു ഉപവാക്യം ഗീതയിൽ വരുന്നത്. അതിനപ്പുറത്ത് പിന്നെ കർമ്മനിഷേധമില്ല. ലോകമേ എന്ന് ഞാൻ ഇവിടെ സംബോധന ചെയ്യുക. പണ്ഡിത ലോകമേ, പാശ്ചാത്യ പണ്ഡിത ലോകമേ, ഈ വാക്യം മനസ്സിലാക്കിയാൽ ലോകനിഷേധം എന്നുള്ള ഒരു വിശേഷണം ഭാരതീയ തത്വചിന്തയെ കുറിച്ച് പറയാൻ ഒക്കുകയില്ല. അതാണ് യോഗിന കർമ്മ കുർവന്തി, യോഗികൾ പോലും കർമ്മം ചെയ്യും. സംഘം തെക്വ ആത്മശുദ്ധയെ, ഈ എന്നോടുള്ള ബന്ധത്തെ ഉപേക്ഷിച്ച് ആത്മാവിന്റെ ശുദ്ധിക്ക് വേണ്ടി യോഗികൾ കർമ്മം ചെയ്യും. അല്ലയോ അർജുന, നീ നിന്റെ സ്വധർമ്മം മനസ്സിലാക്കി കർമ്മം അനിവാര്യമായി വരുന്നിടത്ത് അത് നീ ചെയ്യുക. അതാണ് ഉപദേശം. ഇതാണ് ഈ കർമ്മത്തിന്റെ വിശുദ്ധി എന്നുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തിൽ ഇന്ന് പൂർണ്ണമായി വിസ്മരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കർമ്മവിശുദ്ധി എന്നുള്ളതാണ്. ഇന്ത്യൻ സാഹിത്യരംഗത്തിൽ പൂർണ്ണമായി ഇവിടെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാവവിശുദ്ധി എന്നുള്ള സങ്കല്പമാകും. ഇതാണ് ഈ ഗീതയും ഈ ഉപനിഷത്തും ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി എത്രയോ ഈ മട്ടിൽ പറഞ്ഞു പോകാവുന്നതാണ്. ഇതൊരു ഉപന്യാസമായിട്ട് എഴുതുന്ന സമയത്ത് ഇതിൽ കവിഞ്ഞുള്ള അനേക പ്രമാണങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഞാനിവിടെ രേഖാരൂപമായി അവതരിപ്പിച്ച ഈ ചിന്തയുണ്ടല്ലോ, ആ ചിന്തയെ ബൃഹൽക്കരിച്ച് കാണിക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ പഠനം കൊണ്ടുകൂടെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. വളരെ സൂചനാത്മകമായി ഞാൻ ഇവിടുത്തെ ഈ പ്രാചീന വിശ്വാസങ്ങളെയും ഇവിടുത്തെ തത്വചിന്തയുടെ ഒരു നേരിയ ഒരു രേഖയെയും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആത്മീയത എന്ന് പറയുന്നത് നിഷേധജന്യമല്ലെന്നും അത് സർവത്തെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവവിശേഷത്തിന്റെ ഫലമാണ് എന്നും ഞാനിവിടെ വിശദമാക്കുവാൻ ഉദ്ദേശിക്കുന്നു. മറിച്ചുള്ള അഭിപ്രായങ്ങൾ പല പാശ്ചാത്യരുടെയും അല്പജ്ഞാനത്തിന്റെയും പഴയ പണ്ഡിതന്മാർ പല്ലവഗ്രാഹിത്വം എന്ന് പറയും. അതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറില്ല. പക്ഷെ ഈ സദസ്സിൽ വെച്ച് ഞാൻ ഈ വാക്കുകൂടെ പറയാൻ നിങ്ങൾ അനുവദിക്കേണ്ടതാണ്. പല്ലവഗ്രാഹിത്വത്തിന്റെയും ഫലമായിട്ടാണ് പല ആളുകൾക്കും ഈ തെറ്റിദ്ധാരണകളൊക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തില്, ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ ഒടുവിലത്തെ ഖണ്ഡികയിൽ നിന്ന് സംസാരിക്കുകയാണ്, നമ്മുടെ കാലഘട്ടത്തിലെ ഈ ചെറുപ്പക്കാർക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ജിജ്ഞാസ, പഴയകാലത്ത് ബ്രഹ്മജിജ്ഞാസ, ധർമ്മജിജ്ഞാസ എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രം ആരംഭിക്കും. നമുക്ക് ഏറ്റവും മഹത്തായ ഒരു ജിജ്ഞാസ ഇന്ന് ആവശ്യമായി വന്നിരിക്കുന്നു. അത് നമ്മുടെ ഈ സംസ്കാര ജിജ്ഞാസ എന്നൊരു ജിജ്ഞാസ നമുക്കിന്ന് ആവശ്യമായി വന്നിരിക്കുന്നു. ഈ രാഷ്ട്ര സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു ജിജ്ഞാസ. ബ്രഹ്മസൂത്രം ആരംഭിക്കുന്ന ആദ്യത്തെ സൂത്രം അതാണ്, അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഇനി ബ്രഹ്മജിജ്ഞാസ പറയുന്നു. അതുപോലെ തന്നെ ധർമ്മസൂത്രങ്ങൾ ആരംഭിക്കുമ്പോൾ അഥാതോ ധർമ്മജിജ്ഞാസ എന്ന് പറഞ്ഞ് ആരംഭിക്കും. 20-ാം നൂറ്റാണ്ടിൽ അവസരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പുതിയ ഒരു ഘട്ടം കയ്യിൽ കിട്ടിയ ഈ നവപുരുഷാന്തരം, ചെറുപ്പക്കാരുടെ ഈ പുതിയ തലമുറ ഈ രാഷ്ട്രത്തെ പുതുതായി പണിയിക്കുവാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയം ചെയ്യേണ്ട ഈ ഒരു പുതിയ വിശ്വാസം ഇതാകുന്നു. ഒരു രാഷ്ട്ര സംസ്കാര ജിജ്ഞാസ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ഉണ്ടാകത്തക്ക വിധത്തിൽ ഈ ചാവറ സാംസ്കാരിക വേദി ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരുക്കുന്നു എന്നറിഞ്ഞതിലുള്ള സന്തോഷവും, ആ സന്തോഷത്തിനപ്പുറത്ത് ഈ പരിപാടിയിൽ ഒരു ചെറിയ പങ്കാളിയായി തീരുവാൻ അവസരം കിട്ടിയതിൽ ഉള്ള ആ ഒരു സംതൃപ്തിയും ഞാനിവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ശ്രദ്ധയോടുകൂടെ എന്നെ ബഹുമാനിച്ച നിങ്ങൾക്കുള്ള കൃതജ്ഞത എൻ്റെ ഹൃദയത്തിലെ ഒരു മൂലധനമായി നിക്ഷേപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ